ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വിഷു സീസണൊക്കെ ആയിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ സമ്മർ വെക്കേഷനായിട്ട് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും തിയേറ്ററുകൾ അടക്കി വാഴുന്നത് വാഴ 2 ആണെങ്കിലും പള്ളിച്ചട്ടമ്പിയും ദുരൂഹ സാഹചര്യത്തിൽ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ ഏതൊക്കെ സിനിമകൾക്കാണ് കളക്ഷനിൽ വൻ ഉയർച്ച ഉണ്ടായതെന്നും വൻ തകർച്ച നേരിട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്നത്തെ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഏപ്രിൽ മാസം 2-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു വാഴ 2 എന്ന് പറയുന്ന സിനിമ. സോഷ്യൽ മീഡിയയിൽ തന്നെ താരം ഹാഷിർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹാഷിറിനോടൊപ്പം തന്നെ വിനായക്, അലന്, അജിൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം നവാഗതനായി സവിൻസ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന്റെ 15-ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,16,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 15 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 190 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രാരട്ടൻ ചിത്രം എമ്പുരാന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം 9-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം 2-ാം ഭാരത്തിലോട്ട് കടക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഭരതനാട്യം എന്ന് പറയുന്ന 2024 പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. വമ്പൻ താരത്തിന് തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള 8-ാം ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1,14,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സൈജു കുറുപ്പിന്റെ കരിയറിൽ ഒരു സോളോ ഹിറ്റായിട്ടാണ് ചിത്രം മാറുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ 7 ദിവസം കൊണ്ട് തന്നെ ചിത്രം 15 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി എന്നാത്തൻ കേസുകൂടെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പുതുവൾ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് എന്നാൽ വലിയൊരു ചലനങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഒരു പുതിയ സ്റ്റോറിയൊക്കെയാണ് പറയുന്നതെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഒരു തണുപ്പും പ്രതികരണമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. 2-ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 35 കോടി രൂപയോളം പിന്നിട്ട ചിത്രം 35 ലക്ഷം രൂപ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 4 മുതൽ 5 കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാത്തിരിക്കാൻ ചിത്രം ബോക്സ് ഓഫീസ് വിജയമാകോ പരാജയമാകോ എന്നറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ വിഷു സ്പെഷ്യലായിട്ട് ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസ്, വിജയരാഘവൻ, ബാബുരാജ്, കയാദ് ലോഹർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് ഹിറ്റ് സിനിമകൾ അണിയിച്ചൊരുക്കുന്ന ഡിജോ ജോസാനിയുടെ ഡയറക്ട് ചെയ്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഡീസന്റ് ഓപ്പണിംഗ് സ്വന്തമാക്കിയെങ്കിലും പിന്നീട് ബോക്സ് ഓഫീസിൽ ഒരു തണുപ്പും പ്രതികരണമാണ് സ്വന്തമാക്കുന്നത്. ചിത്രത്തിന്റെ 2-ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ വ്യാഴാഴ്ച കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 1,56,00,000 രൂപയും 3-ാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 1,25 കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ട് ഏകദേശം 10 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 15 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിക്കോ പരാജയപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തൊക്കെയാണ് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ സ്റ്റഡി കളക്ഷൻ നിലനിർത്തുന്നത് വാഴ 2, മോഹിനിയാട്ടം തുടങ്ങിയ ചിത്രങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആരൊക്കെ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കുന്നു, ആരൊക്കെ പരാജയം ഏറ്റുവാങ്ങുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.